പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറ് തന്നെയാണ്. പൂരനക്ഷത്രക്കാർ കേതു ലഗ്നത്തിൽ തന്നെയാണ്. അതായത് ആ നക്ഷത്രത്തിനോട് കൂടെ തന്നെയാണ് കേതു വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ കേതു കൊണ്ട് പിന്നെ വ്യാഴം 11-ലുണ്ട്. വ്യാഴം 11-ൽ ഏറ്റവും നല്ലതാണ്, ലാഭസ്ഥാനത്താണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനത്തെ നമുക്ക് കിട്ടുമെന്നാണ് പറയുക. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ പ്രതീക്ഷിക്കാത്ത ധനത്തിനെ നമുക്ക് കിട്ടാനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രാഹുവും നമ്മുടെ ശനീശ്വരനും ഇവിടെ അഷ്ടമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ രാഹു ആണെങ്കിൽ നിവർത്തി സ്ഥാനം എന്ന് പറയും, 7-ാം ഭാവം. അപ്പം അത് നിവർത്തിക്കുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നിവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ ഉണ്ടാവാം. പിന്നെ ഉള്ളത് നമുക്ക് അഷ്ടമത്തിലെ ശനിയാണ്. ഈ അഷ്ടമത്തിലെ ശനിയും നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ശിവന്റെ അമ്പലത്തിലാണ് പോകേണ്ടത്. ശിവന്റെ അമ്പലത്തിൽ പോവാം, മൃത്യുഞ്ജയം ചെയ്യാം. മൃത്യുഞ്ജയം എപ്പോഴും ദുരിതങ്ങളെ മാറ്റും. അപ്പം ദുരിതങ്ങൾ മാറിപ്പോകുമ്പോൾ നമുക്കിവിടെ ആ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നന്നായി കിട്ടും. വ്യാഴം തരുന്ന അറിയാത്ത ധനം, പെട്ടെന്ന് എന്തൊക്കെയാണോ ധനങ്ങളെ കിട്ടുന്നത് അതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ ഇവിടെ കേതു നിൽക്കുകയാണ്. കേതു ഇവിടെ ഉദര സംബന്ധമായ ഭാവത്തിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാനോ വേദനകൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ രോഗങ്ങളെ ഇവിടെ ഈ ഒരു വർഷം നമുക്ക് ഈ പൂരം നക്ഷത്രക്കാർക്ക് ചെറുതായിട്ടൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അവിടെ വ്യാഴത്തിന് നന്നായിട്ട് പ്രാർത്ഥിച്ചാലേ നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറ്റം വരാനായിട്ട് സാധിക്കും. എന്നുവെച്ചാൽ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും മറികടക്കാൻ പറ്റുമെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഈശ്വരാധീനം നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ രാഹു ഉണ്ട്, ഇവിടെ ശനിയുണ്ട്. അപ്പോൾ അഷ്ടമത്തിൽ ശനീശ്വരനും ഉണ്ട്. അപ്പോൾ അഷ്ടമാധിപനായിട്ട് ശനീശ്വരനെ നല്ലപടിയെ പ്രാർത്ഥിക്കുക. ശനീശ്വരന് വില്ലുവാർച്ചന കൊടുക്കുക. പിന്നെ പൂരം നക്ഷത്രത്തിൻ്റെ സിംഹരാശിയാണല്ലോ അവിടെ നിൽക്കുന്നത്, സൂര്യൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ സൂര്യൻ്റെ ക്ഷേത്രമാകുമ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ലോണോ അല്ലെങ്കിൽ വേറെ കടബാധ്യതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഷ്ടമത്തിൽ ബന്ധനമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ബാധ്യതകൾ വരുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സംബന്ധമായിട്ട് നമുക്ക് വാക്ക് തർക്കങ്ങൾക്കൊക്കെ ഇടവരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്നാലും ഇവിടെ വ്യാഴമുണ്ട്. നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് വ്യാഴനെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അതേപോലെ ശിവക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മാറ്റം വന്ന് ഈ ഒരു വർഷം നമുക്ക് ബാധ്യതകളൊക്കെ കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാം. അപ്പോൾ അതാണ് ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത്. ഒരു സിംഹരാശിയാണ്, നല്ല രാശിയാണ് ഇവർക്ക്. പക്ഷെ ഓരോ മാറ്റങ്ങൾ ഈ വ്യാഴത്തിനെ കൊണ്ട് ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതാണ് ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം നമുക്ക് പറയാനുള്ളത്.